ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി കപ്പത്തോട്ടം കാണാം. സൂപ്പർ കപ്പയാണ്. അതിന് മുമ്പായിട്ട് അവർ നട്ടിരിക്കുന്ന കുറച്ച് ചീനി നോക്കി. പച്ചമുളക് കിടക്കുന്നുണ്ടോ? എന്നാ അടിപൊളിയാണെന്നറിയാം. കപ്പ നട്ടതിൻ്റെ തൊട്ടിപ്പുറത്ത് അവർ കുറച്ച് നട്ടേക്കുന്നതാണ്. സൂപ്പർ വിളവാണ് കേട്ടോ. അടിപൊളി ചീനി. ഇനി നമുക്ക് കപ്പ നോക്കാം. ഇതാണ് കപ്പ. വെട്ടിക്കെട്ട് കപ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ പണിയും തീർന്നാണ്. ഇനി സംഭവം പറിച്ചോണ്ടാൽ മതി. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ കപ്പ പറിക്കാൻ തുടങ്ങും. അതിൻ്റെ വളവും മറ്റു കാട് പറിക്കലും എല്ലാ പണികളെല്ലാം കഴിഞ്ഞു. വളം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. ഇനി സംഭവം പറിച്ച് വിറ്റോണ്ടാൽ മതി. ഇത് ആമക്കാടൻ കപ്പയാണേ. ആമക്കാടൻ ഒരു ലേശം കയ്പില്ല. സൂപ്പർ കപ്പ ഉണ്ടോ? എല്ലാം ഏറെക്കുറെ വിളഞ്ഞ് നിൽക്കുന്ന കപ്പയാണ്. ഇനി ഒരു സൈഡ് മുതൽ അങ്ങോട്ട് പറിച്ചിട്ട് സംഭവം കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന പോലൊന്നുമല്ല. 20 കിലോ 25 കിലോ മോഡലുള്ള ഓരോ ചുവടുമാണ് ഈ നിൽക്കുന്നത്. അതായത് തണ്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ആമക്കാടൻ കപ്പ. കയ്പെന്ന് പറയുന്നതേ ഇല്ല. നല്ല പുട്ട് പൊടിയുന്ന പോലെ പൊടിയും അടിപൊളിയായിട്ട് തിന്നാം. ഒരു ലേശം കാന്താരിമുളക് പൊട്ടിക്കുകയോ അരയ്ക്കുകയോ ചെയ്താൽ മതി. അത് തൊട്ട് കൂട്ടി തിന്നാം. വേറെ കറിയൊന്നും വേണ്ട. അത്ര സൂപ്പർ സാധനമാണ്. ഇതൊക്കെ വയലിൽ വിളയുന്ന കപ്പയല്ലേ, കരക്കപ്പയല്ല, കണ്ടത്തിലെയാണ്. കാട്ടുമൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ കാട്ടുമൃഗങ്ങൾ വരുന്നതാണ്. പന്നിയുടെ ശല്യം വമ്പ ശല്യമാണ്. അതിനെല്ലാം അതിജീവിച്ച് അവർ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. കപ്പ കാര്യം കുറച്ച് കപ്പയുണ്ട്. പക്ഷെ എന്താണേലും ഇതിന് നല്ല പണിയായതാണ്. കപ്പയുണ്ട്, വാഴയുണ്ട്. വാഴ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നു. കപ്പ അങ്ങ് ദൂരേക്ക് നോക്കി, ഇതിനുള്ളിൽ കൂടെ ദൂരേക്ക് നോക്കി പ്രദേശം മുഴുവൻ കപ്പയാണ്. നല്ല വണ്ണമുള്ള തണ്ട കേട്ടോ. ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും 20 കിലോ 25 കിലോ ഒരു 15 കിലോ മുതൽ മുന്നോട്ട് കിട്ടും. ഇത്തിരി മഴയാകുന്നതിന് മുമ്പൊക്കെ പറിച്ചു കൊടുക്കാം. അപ്പം വിലയും കിട്ടും. ഉണ്ടോ? അതിൻ്റെ എല്ലാ പണിയും തീർന്നു. ലാസ്റ്റ് മണ്ണും കൂടെ കോരിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ചാലൊക്കെ എടുത്തിട്ട് വയലായതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ തിരിച്ചു വിടുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ബമ്പ് പോലെ കോരി വെക്കുന്നതാണ് മുഴയായിട്ട്. അവിടെയാണ് കപ്പ നട്ടേക്കുന്നത്. കണ്ടോ? അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ഇതിനുള്ളിൽ ഫുൾ കിഴങ്ങാണ് സംഭവം. കപ്പ കൃഷി അങ്ങനെ നഷ്ടമുള്ള കേസൊന്നുമല്ല. കയ്പില്ലാത്ത കപ്പയായിരിക്കണം. പിന്നെ നമ്മൾ നടുപ്പ് ചോലയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ പിന്നെ വന്യമൃഗങ്ങളൊന്നും നശിപ്പിച്ചില്ലെങ്കിൽ ഒരു 15 രൂപ കപ്പയ്ക്ക് വില കിട്ടുവാണെങ്കിൽ കർഷകന് അടിപൊളിയാണ്. നല്ല വിളവും കൂടെ ഉണ്ട്. 15 രൂപ കിട്ടിയാൽ മതി. ഒരു ചെറിയ നേന്ത്രക്കൊല കൊത്തി കൊടുക്കുന്ന പൈസ കിട്ടുമെന്നേ ഒരുപാട് കപ്പയെന്ന്. 10-20 കിലോ ഉള്ള ചോടാണെങ്കിൽ 100-300 രൂപ അടുത്തായില്ലേ. നേന്ത്രവാഴയുടെ അത്രയൊന്നും പണി വരുന്നില്ലല്ലോ. നേന്ത്രവാഴയ്ക്ക് എന്തോരം കാശ് മുടക്കിയാലാ സംഭവം. ഒരു കൊല കൈ കിട്ടുമ്പോഴത്തേന് നല്ലൊരു പൈസ അതിന് വേണ്ടി മുടക്കണം. നാട്ടയായി, വളമായി, പണിയായി, ശരിക്ക് കാശിറക്കണം നേന്ത്രവാഴയ്ക്ക്. കപ്പയ്ക്ക് ഇതുപോലത്തെ നല്ല സ്ഥലം കിട്ടുവാണെങ്കിൽ സംഗതി നട്ട് വലിയ മഴയാവുന്നതിന് മുമ്പ് പറിച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വില കിട്ടും. കയ്പൊന്നും ഇല്ലാത്ത കപ്പയായിരിക്കണം, സൂപ്പർ കപ്പയായിരിക്കണം. എന്നാൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കൊത്തിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പുറത്തോടെല്ലാം റോഡ് കിടക്കുന്ന അവിടെ വണ്ടി കൊണ്ട് വെച്ച് സാധനം പറിച്ച് കയറ്റി കൊണ്ടുപോയാൽ മതി. സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ കപ്പ കൃഷി ചെയ്യണം കേട്ടോ നിങ്ങൾ.
ചേമ്പ്, ചേന, കപ്പ, കാച്ചിൽ എല്ലാം നടാം. ഇതുണ്ടോ ചാലെടുത്തേക്കുന്നുണ്ടോ? ഇതിലെ വെള്ളം തിരിച്ചു വിടുന്നതാണ്. മഴക്കാലത്തൊന്നും ഇതിനെ ഒന്നും ബാധിക്കില്ല. നല്ല ഉയരത്തിലാണ് കൂടം വെട്ടി കപ്പയിട്ടേക്കുന്നത്. അടിപൊളി കപ്പത്തോട്ടം. മൊത്തം ആമക്കാടനാണ്, എല്ലാം ആമക്കാടൻ തന്നെ. കണ്ടോ വിളഞ്ഞു വരുവാണ് സംഭവം. ഇതിൻ്റെ കായൊക്കെ കണ്ടോ, കായൊക്കെ മൂത്ത് വരുന്നുണ്ടോ? ഇതാകുമ്പോൾ കാറ്റിനെ പേടിക്കണ്ട. അതുപോലത്തെ പ്രകൃതിനാശമൊക്കെ വളരെ കുറവുണ്ട്. ഭയങ്കരമായ വെള്ളപ്പൊക്കമൊക്കെ കയറി വെള്ളം കയറി പോയെങ്കിലും ഉള്ളൂ. അത് ഇങ്ങനെയുള്ള സ്ഥലത്ത് അവർ ഇതെല്ലാം കുറേ തിരിച്ചു വിടുന്നതാണ്. അല്ലാതെ കപ്പയ്ക്ക് വലിയ ദോഷം വരികയില്ല. പ്രകൃതിനെ ഒത്തിരി പേടിക്കണ്ട, കൊടുങ്കാറ്റിനെയൊന്നും പേടിക്കണ്ട. ഇപ്പോൾ പല സൈസ് കപ്പ ഇറങ്ങിയിട്ടുണ്ട്, ഏത് വേണേലും നമുക്ക് നടാം. പക്ഷേ ആമക്കാടിനെ കുറിച്ച് എനിക്കറിയാം, അടിപൊളി സാധനമാണ്. വയനാട് ഭാഗത്തൊക്കെ കൂടുതൽ ഇത് തന്നെയാണ് ആമക്കാട്. അപ്പോൾ ഈ ചെറിയ കപ്പത്തോട്ടം എല്ലാവരും കണ്ടല്ലോ അല്ലേ? നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.